ഹലോ ഗൈസ്, എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. സാംസങ് ഗാലക്സി S21FEയിൽ എക്സിനോസ് വെർഷൻ ആയിക്കോട്ടെ സ്നാപ്ഡ്രാഗൺ വെർഷൻ ആയിക്കോട്ടെ നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇത് സെറ്റിങ്സ് നിങ്ങൾ മാറ്റേണ്ടത്, നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, ഡിസ്പ്ലേയിൽ പോയിട്ട് ലൈറ്റ് മോഡാണെങ്കിൽ ഡാർക്ക് മോഡാക്കി വയ്ക്കുക. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സാംസങ് ഗാലക്സി S21FEയിൽ ഒരു ആംലെറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആംലെറ്റ് ഡിസ്പ്ലേ ആയിക്കോട്ടെ OLED ഡിസ്പ്ലേ ആയിക്കോട്ടെ, നിങ്ങൾ ഡാർക്ക് മോഡ് ഇടുമ്പോൾ ബാറ്ററി കൺസപ്ഷൻ കുറവായിരിക്കും. അതേമാതിരി ഫ്രണ്ടിൽ വാൾപേപ്പറും വല്ലതും വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡാർക്ക് വാൾപേപ്പർ വെക്കുക. അതെന്തുകൊണ്ടാണ്? നമ്മൾ ലൈറ്റ് മോഡിൽ ഇടുമ്പോൾ നമ്മുടെ പിക്സൽസ് എല്ലാം ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററി കൺസപ്ഷനും കൂടും. അതേമാതിരി നമ്മൾ ഡാർക്ക് മോഡിൽ ഇടുമ്പോൾ, ഇപ്പോൾ ഇവിടെയൊക്കെ ഡാർക്കല്ലേ, ഈ ഭാഗത്തൊക്കെ ഡാർക്കല്ലേ, ആ ഡാർക്ക് മോഡാകുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ പിക്സൽസൊക്കെ ഓഫായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി കൺസപ്ഷനും കുറവായിരിക്കും. മാതിരി നിങ്ങൾ വാൾപേപ്പർ വല്ലതും സെറ്റ് ആക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡാർക്ക് വാൾപേപ്പർ സെറ്റ് ആക്കുക. അപ്പോൾ അവിടെ പിക്സൽസ് ഓഫായിരിക്കും ഡാർക്ക് ഏരിയാസിൽ. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി കൺസപ്ഷനും അത്ര അധികം ഉണ്ടാവില്ല. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കി വയ്ക്കുക. സെറ്റിങ്സ് ആണ് ബ്രൈറ്റ്നസ്സിന് താഴത്ത് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന് കാണുണ്ടാവും. അപ്പോൾ ഇത് സാധാരണ ഞാൻ ഓഫാക്കി വെക്കുകയാണ് പതിവ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഈ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഞാൻ ഓൺ ആക്കി വെച്ചാൽ എൻ്റെ ഫോണിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ എനിക്ക് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓഫാക്കി വെക്കുന്നത്. ബിക്കോസ് നമ്മളിത് ഓൺ ആക്കി വെക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസിൻ്റെ സെൻസർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നന്നായിട്ട് കൂടും, പിന്നെ കുറയും. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇത് 24 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ്റെ അനുസരിച്ച്. അപ്പോൾ ഈ സെൻസർ 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓഫാക്കി വയ്ക്കുക. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് സ്ക്രീൻ ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പോവുക. വീടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മാനുവലി ഇങ്ങനെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറയ്ക്കുക. അപ്പോൾ ഈ സെൻസർ വർക്ക് ചെയ്യില്ല ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവില്ല. ഒന്നാമത്തെ സെറ്റിങ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ മോഷൻ സ്മൂത്ത്നെസ്. അപ്പോൾ മോഷൻ സ്മൂത്ത്നെസ്സിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ബ്രോ എന്തുകൊണ്ടാണ് ഞാൻ എത്രയും വില കൊടുത്ത് ഈ ഫോൺ മേടിച്ചിട്ട് ഈ 60 ഹെർട്സിൽ ഈ ഫോൺ യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് നോക്കുക. നിങ്ങൾക്ക് ബാറ്ററി ലൈഫാണോ അധികം വേണ്ടത്, അതോ ഫോണിൻ്റെ സ്മൂത്ത്നെസ് ആണോ അധികം വേണ്ടത്? അത് നിങ്ങൾ തീരുമാനിക്കുക. പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ എനിക്ക് ഈ ഹൈ റിഫ്രഷ് റേറ്റ് വലിയ ഗിമ്മിക്കായിട്ടാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഹൈ റിഫ്രഷ് റേറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാറ്ററിയിൽ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സ്റ്റാൻഡേർഡ് 60 ഹെർട്സിലാണ് ഫോൺ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഹൈയിൽ വെച്ചിട്ട് സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബാറ്ററിയിൽ നന്നായിട്ട് കോംപ്രമൈസ് ഉണ്ടാവും. എസ്പെഷ്യലി സാംസങ് ഗാലക്സി S21FE. ഇപ്പോൾ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ 2-3 ദിവസം കുറച്ച് സ്മൂത്ത്നെസ് കുറവുണ്ടാവും, പക്ഷേ നിങ്ങൾ യൂസ് ടു ആയിരിക്കും. ഈ ഹൈ റിഫ്രഷ് റേറ്റ് യൂസ്ലെസ് ആണെന്നല്ല ഞാൻ പറയണത്. നിങ്ങളൊരു ഗെയിമറൊക്കെ ആണെങ്കിൽ ഈ ഹൈ റിഫ്രഷ് റേറ്റ് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഈ ഹൈ റിഫ്രഷ് റേറ്റ് അത്ര വലിയ ഡീൽ ബ്രേക്കർ അല്ല. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുക. ആദ്യം 2-3 ദിവസം കുറച്ചൊരു ലാഗ് മാതിരി തോന്നിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ടു ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഈ ഹൈ റിഫ്രഷ് റേറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഈ സാംസങ് ഗാലക്സി S21FE സ്നാപ്ഡ്രാഗൺ വെർഷൻ ആയിക്കോട്ടെ എക്സിനോസ് വെർഷൻ ആയിക്കോട്ടെ അത്ര ബാറ്ററി എഫിഷ്യൻറ്റ് പ്രൊസസ്സർ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. നാലാമത്തെ സെറ്റിങ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ ടൈം ഔട്ട് നിങ്ങൾ എത്ര മിനിമം വെക്കാൻ പറ്റും അത്രത്തോളം മിനിമം വെക്കുക. ബിക്കോസ് നിങ്ങൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ അത്ര നേരം സ്ക്രീൻ ഓൺ ആയിരിക്കും, നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മിനിമം വെക്കാൻ പറ്റും അത്രത്തോളം മിനിമം വെക്കുക. ഓക്കെ, ഡിസ്പ്ലേന് പുറത്തേക്ക് വന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബാറ്ററി എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയെന്ന് വെച്ചാൽ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ്. ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും, റാമിലുണ്ടാവും ആപ്ലിക്കേഷൻ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറേ നേരമായിട്ട് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനെ സ്ലീപ്പിലേക്ക് ഇടും. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവില്ല.
അതേമാതിരി അടുത്തതാണ് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ റെയർലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഈ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലിടുക. അതിന് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് സ്ലീപ്പ് മോഡിൽ ഇടേണ്ടത് അത് നമുക്ക് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്നാപ്ചാറ്റ് ഞാൻ സ്ലീപ്പ് മോഡിൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് ഇടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ആപ്ലിക്കേഷനൊക്കെയാണ് ഞാൻ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആവശ്യമില്ലാതെ ഈ ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററിയും കൺസ്യൂം ആവില്ല, നമ്മുടെ ഡാറ്റയും കൺസ്യൂം ആവില്ല. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കൺസപ്ഷന് അത്ര അധികം ഉണ്ടാവില്ല. നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ യൂസേജ് സിൻസ് ലാസ്റ്റ് ഫുൾ ചാർജ്. അപ്പോൾ ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്തിരുന്നു എൻ്റെ സാംസങ് ഗാലക്സി S21FE. ഫേസ്ബുക്കിൻ്റെ മെയിൻ ആപ്പ്, ലൈറ്റ് ആപ്പിനെ പറ്റിയിട്ടല്ല പറയുന്നത്, മെയിൻ ആപ്പ് നമ്മുടെ സാംസങ് ഗാലക്സി S21FE ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേമാതിരി ഡാറ്റയും കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്തു. അതേമാതിരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണത്, കാണാൻ പറ്റും ഏത് ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു വഴി പറഞ്ഞുതരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ടും പിന്നെയും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവേണ്ടതാണ്. അപ്പോൾ അതുമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് പോവുക. മോർ ബാറ്ററി സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. മോർ ബാറ്ററി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി ഉണ്ടാവും. ഈ അഡാപ്റ്റീവ് ബാറ്ററി നമ്മൾ ഓൺ ആക്കി വെക്കുക. നമ്മുടെ യൂസേജിൻ്റെ അനുസരിച്ച് നമ്മുടെ ഫോണ് നമ്മുടെ യൂസേജ് പാറ്റേൺസ് പഠിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് ബാറ്ററി ലൈഫ് നന്നായി കിട്ടും. അടുത്തതാണ് പ്രോസസ്സിംഗ് സ്പീഡ്. ഇപ്പോൾ പ്രോസസ്സിംഗ് സ്പീഡ് നമ്മൾ ഹൈ വെക്കേണ്ട ആവശ്യമില്ല, മാക്സിമം വെക്കേണ്ട ആവശ്യമില്ല. ഹൈയും മാക്സിമം ഒക്കെ വെക്കുകയെന്ന് വെച്ചാൽ ഫോണ് നന്നായിട്ട് ചൂടാവും, അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇത് ഓപ്റ്റിമൈസ്ഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ അധികം ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവില്ല, അത്ര ചൂടാവില്ല. നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ മെമ്മറി ഉണ്ടാവും, റാമാണ്. ഇപ്പോൾ ഇവിടെ 8 GB റാം ഉണ്ട് എൻ്റെ അടുത്ത്, അല്ല 3.3 GB ഫ്രീ ആണ്. ഓക്കെ, അതിൻ്റെ താഴത്ത് നമുക്ക് റാം പ്ലസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ഞാൻ ഓഫാക്കി വെക്കുകയാണ് പതിവ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ റാം പ്ലസ് ഓപ്ഷൻ ഓൺ ആക്കിയപ്പോൾ എനിക്ക് ബാറ്ററി ഡ്രെയിനിങ് കാണാൻ കിട്ടി. ഈ റാം പ്ലസ് അത്ര യൂസ്ഫുള്ളായ ഫീച്ചറൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഇത് ഓണാക്കി വെച്ചിട്ട് 4 GB 6 GB 8 GB 2 GB ഒക്കെ വെക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ടല്ലോ, വിച്ച് ഈസ് UFS 3.1 സ്റ്റോറേജ്, അതിന് കുറച്ചും ഒരു മെമ്മറി എടുത്തിട്ട് ഒരു വിർച്വൽ റാം ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ നോർമൽ റാമിൻ്റെ അത്ര സ്പീഡും ഉണ്ടാവില്ല. ഇതൊരു യൂസ്ലെസ് ഫീച്ചറാണ്. പിന്നെ എനിക്കിതിൽ ഈ ഓപ്ഷൻ ഓണാക്കി വെച്ചപ്പോൾ എനിക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. ഇത് ഓഫാക്കി വെച്ചപ്പോൾ എനിക്ക് ബാറ്ററി ലൈഫ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ഓഫാക്കി വെക്കുക. നിങ്ങൾക്ക് 8 GB റാമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക്. ശരിക്ക് ബാക്ക് വന്നിട്ട് ഓട്ടോ ഓപ്റ്റിമൈസേഷൻ്റെ ഈ ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കുക. നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും, നമ്മുടെ ഫോണിൻ്റെ ക്യാച്ച് ഓഫ് ക്ലിയർ ആവും, ഫോൺ കുറച്ചുകൂടി സ്മൂത്തായി വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണിന് നല്ലത് തന്നെയാണ്, ചീത്തയൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കൂടും കുറയൊന്നുമില്ല, പക്ഷേ ഫോൺ കുറച്ച് സ്മൂത്താക്കി വെക്കും ഈ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ഓണാക്കി വെച്ചാൽ. അത് നമ്മൾ നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒരു തവണയെങ്കിലും തുറന്ന് നോക്കിയിട്ടുണ്ടാവില്ല. ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വെറുതെ കിടക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ ആദ്യം പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷനൊക്കെ ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. അതേമാതിരി നമുക്ക് നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ്ങും ഉണ്ടാവും, നമ്മുടെ ഡാറ്റയും കൺസ്യൂം ചെയ്യും. എന്തിനാപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ വെറുതെ വെച്ചിട്ട് കാര്യം. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ ആദ്യം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ്. ഇത് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ താഴത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ വൈഫൈ ഉണ്ടാവും, ബ്ലൂടൂത്ത് ഉണ്ടാവും, മൊബൈൽ ഡാറ്റ ഉണ്ടാവും, ലൊക്കേഷൻ ഉണ്ടാവും, അതേമാതിരി സൈഡിലേക്ക് പോവുക, ക്വിക്ക് ഷെയർ ഉണ്ടാവും, നിയർ ബൈ ഷെയർ ഉണ്ടാവും.
ഇതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടും നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വൈഫൈ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ വൈഫൈ ഓഫാക്കി വയ്ക്കുക. ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓഫാക്കി വയ്ക്കുക. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫാക്കി വയ്ക്കുക. ലൊക്കേഷൻ നിങ്ങൾക്ക് തൽക്കാലം ആവശ്യമില്ലെങ്കിൽ ലൊക്കേഷൻ ഓഫാക്കി വയ്ക്കുക. അതേമാതിരി ക്വിക്ക് ഷെയർ നമ്മളിത് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത്തെ സാംസങ് ഡിവൈസിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സെർച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് എപ്പോഴും നോ വൺ ആക്കി വയ്ക്കുക. അതേമാതിരി താഴത്തേക്ക് വരിക, നിയർ ബൈ ഷെയർ. അപ്പോൾ നിയർ ബൈ ഷെയർ നിങ്ങൾ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്തുള്ള ആൻഡ്രോയിഡ് ഡിവൈസസിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ഈ സെറ്റിങ്സോ ഈ ഓപ്ഷനൊക്കെ നിങ്ങൾ ഓഫാക്കി വയ്ക്കുക. ആവശ്യമില്ലാതെ ഇത് ഓണാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. 10 സെറ്റിങ്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്